அருட்பெருஞ்சோதி அருட்பெருஞ்சோதி தனிப்பெரும் கருணையே அருட்பெருஞ்சோதி 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 தனிப்பெரும் கருணையே அருட்பெருஞ்சோதி 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 தனிப்பெரும் കരുണയെ അരുട്പെരുഞ്ചോതി. മഹാസിദ്ധ പുരുഷന്മാരുടെ അവതാരഭൂമിയായ തമിഴ്നാട്ടിൽ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാസിദ്ധയോഗിയായിരുന്നു അരുൾ പ്രകാശ വള്ളലാർ എന്നറിയപ്പെടുന്ന രാമലിംഗ വള്ളലാർ സ്വാമികൾ. ആ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ ആത്മീയ ചിന്താ സ്വാധീനം വളരെ പ്രബലമായി പ്രചാരത്തിലുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ കണ്ണാടി പ്രതിഷ്ഠയ്ക്കും മൃഗബലി, ഗുരുതി, അയിത്തം തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെയും ജാതിമത അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പ്രവർത്തിക്കാൻ ഗുരുവിന് ശക്തമായ പ്രബോധനങ്ങൾ നൽകിയത് മഹാഗുരു രാമലിംഗ വള്ളലാറിന്റെ സന്മാർഗ ആശയങ്ങളായിരുന്നു. 1823 ഒക്ടോബർ 5-ാം തീയതിയാണ് അരുട്പെരുഞ്ചോതി വള്ളലാർ എന്ന രാമലിംഗ വള്ളലാർ മരുതൂർ എന്ന തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ ഭൂജാതനായത്. ജീവകാരുണ്യത്തിന്റെയും സന്മാർഗത്തിന്റെയും മഹത്വം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച മഹാജ്ഞാനിയും അമാനുഷിക വൈഭവങ്ങളുടെ പ്രകടീകൃത ഭാവമായിരുന്നു രാമലിംഗ വള്ളലാർ. തന്റെ സ്ഥൂല ശരീരത്തിലുള്ള ആത്മീയ പ്രകാശ ചൈതന്യ പ്രവാഹഗതി അതിശക്തമായിരുന്നു. അത് മറയ്ക്കാൻ അദ്ദേഹം ശുഭ്ര ശിരോവസ്ത്രങ്ങൾ അണിഞ്ഞാണ് ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തിയിരുന്നത്. ഉടലോടെ സ്വയം ജ്യോതിയായി മറയുന്നതുവരെ അദ്ദേഹത്തിന്റെ ലോകജീവിതം മനുഷ്യന്റെ സ്ഥൂല ബുദ്ധിക്ക് അളക്കുവാൻ കഴിയാത്തത്ര അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യനിലെ സ്വാർത്ഥഭാവത്തെ ഇല്ലാതെയാക്കി പരമപദത്തിന് അർഹമാക്കാമെന്ന് അദ്ദേഹം മാനവരാശിയെ ഉദ്ബോധിപ്പിച്ചു. മനുഷ്യരിലെയും മൃഗങ്ങളിലെയും ജീവനാധാരം പ്രാണശക്തിയാണെന്നും ആ പ്രാണശക്തിയെ നിലനിർത്തുന്നത് അന്നമാണ് എന്നും ആ അന്നം കരുണാഭാവമായ ഈശ്വരശക്തിയാണെന്നും അന്നദാനമാകുന്ന പുണ്യപ്രവൃത്തികളിലൂടെ ഈശ്വര സ്നേഹം സഹജമായി മാറുകയും കരുണയെന്ന ഈശ്വര ഭാവം ആത്മീയ ഉണർവിലേക്ക് നയിച്ച് അതുവഴി ആത്മബോധ നിറവിലേക്ക് എത്തിച്ചേരുമെന്നും അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിച്ചു. ഓരോ ജീവനും ഈശ്വരന്റെ കരുണാശക്തിയാണ്. മനുഷ്യജീവൻ നിലനിൽക്കണമെങ്കിൽ മാംസാഹാരത്തിന്റെ ആവശ്യം വരുന്നില്ല. മാത്രമല്ല, മാംസാഹാരിയായ മനുഷ്യൻ ദുർഗുണങ്ങൾക്ക് അടിമപ്പെടുന്നവനായി മാറും. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ സ്ഥൂലാംശം ശരീരമായും സൂക്ഷ്മാംശം മനസ്സായും മാറുന്നു. പ്രാണൻ പിടഞ്ഞു മരിക്കുന്ന ജീവന്റെ മാംസം ഭക്ഷിക്കുന്നത് വഴി നമ്മുടെ സൂക്ഷ്മ ശരീരം പ്രാരബ്ധ കർമ്മങ്ങളാൽ മുദ്രണം ചെയ്യപ്പെടുന്നു. അതുവഴി ജീവന്റെ പരമപദഗതിക്ക് ഭംഗം സംഭവിക്കുന്നു. ഈശ്വരീയ ബോധം ഏകാത്മ ജ്യോതി സ്വരൂപത്തിലാണ്. അത് സ്ഥൂലമായ പ്രകാശമല്ല എന്നും അത് ആത്മബോധമാകുന്ന തത്വമാണെന്നും ആ ജ്യോതിയെ ഉപാസിക്കുന്നത് വഴി നമ്മുടെ ആത്മബോധത്തിന്റെ ഉണർവ് സംഭവിക്കുമെന്നും അദ്ദേഹം ഉദ്ഘോഷിക്കുന്നു. മഹത്തായ ജ്യോതിരൂപ ആരാധന വഴി ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മീയ ഉയർച്ച സംഭവിക്കുകയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് വഴി തെളിയിക്കുകയും ചെയ്യുന്നു. ഈശ്വരന്റെ കരുണാഭാവശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജ്യോതിരൂപ ധ്യാനത്തിനു പുറമെ മഹാമന്ത്ര ജപയോഗത്തെയും അദ്ദേഹം സമൂഹത്തിന് സങ്കല്പത്താൽ അനുഗ്രഹീതമാക്കി. തന്റെ സാധനാ പദ്ധതി ലോകത്തിന് സമ്മാനിക്കുന്നതിന്റെ ഭാഗമായി വടലൂരിൽ സത്യജ്ഞാന സഭ സ്ഥാപിക്കുകയും 1874 സിദ്ധിവളാകത്തിലെ ഒരു മുറിയിൽ അദ്ദേഹം തന്റെ സ്ഥൂല ശരീരത്തോടെ ജ്യോതിയായി പരമപദം പ്രാപിച്ചു. ആത്മീയ സാധകരുടെ പരമോന്നത നിലയാണ് ആത്മജ്യോതി എന്ന സങ്കല്പം. അത് ജീവകാരുണ്യമെന്ന ഗുണത്തോടെ സാധന അനുഷ്ഠിക്കുകയും മഹാമന്ത്ര ജപത്തോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതോടെ പരമപദത്തിലേക്ക് നാം ഉയരുന്നു. വള്ളലാറുടെ ആത്മീയ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കേരളത്തിൽ
കോഴിക്കോട് ആസ്ഥാനമായി കേരള സന്മാർഗ സംഘം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. രൂപീകരണത്തിന്റെ ഭാഗമായി തിരുമൂല നായനാരുടെ ഗ്രന്ഥമായ തിരുമന്ത്ര സങ്കല്പ പ്രതിഷ്ഠ ജ്ഞാനിയും നിഷ്കാമ കർമ്മയോഗിയുമായ ഡോക്ടർ പി രാമൻ സാർ നിർവഹിച്ചു. കൂടാതെ തമിഴ്നാട്ടിലെ വടലൂരിൽ നിന്നും വള്ളലാർ സിദ്ധമാർഗ രീതിയിൽ സാധനയനുഷ്ഠിക്കുന്ന നിരവധി ഗൃഹസ്ഥ യോഗി യോഗിനിമാരും ഈ സന്മാർഗ രൂപീകരണത്തിൽ സന്നിഹിതരായിരുന്നു. ശുദ്ധ സന്മാർഗ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ആത്മീയ ചൂഷണങ്ങളിൽ നിന്നും ജാതി മതഭേദമന്യേ ജനസമൂഹത്തെ മോചിപ്പിക്കുക, ശുദ്ധ സസ്യാഹാര ജീവിത രീതിയെ മാത്രം പിന്തുടരുക എന്നീ ആശയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചരണം നടത്തുകയാണ് ഈ സംഘടനയുടെ പ്രധാന ഉദ്ദേശം.